വണക്കം ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി 5 മിനിറ്റിൽ എങ്ങനെ വാമപ്പ് ആകാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം കൈകൾ ചേർത്ത് വെച്ച് ശ്വാസം എടുക്കുന്നു, നമ്മൾ കൈകൾ ഉയർത്തുന്നു, കാലിൻ്റെ ഉപ്പൂറ്റി ഉയർത്തുന്നു. അഗെയിൻ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്, ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട്, അഗെയിൻ നിറച്ച് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്, ശ്വാസം എടുക്കുക, വിട്ട് 2 വശങ്ങളിലൂടെ കൈകൾ താത്തി കൈകൾ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത്. ഓക്കെ, ഇവിടെ നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ വിരലുകൾ ചുരുട്ടുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വിരലുകൾ നിവർത്തുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അത് നമ്മൾ ഓരോന്നും ഒരു 5-6 തവണ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് കാലുകൾ തമ്മിൽ ഒരു സ്റ്റെപ്പ് അകത്തി വെച്ച് ബ്രീത്ത് എടുത്ത് കൈകൾ ഉയർത്തി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ മെല്ലെ മുന്നിലേക്ക് കുനിയുക. ഇതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പറ്റുന്ന പോലെ കുനിഞ്ഞാൽ മതിയാവും. കംപ്ലീറ്റ് നിലത്ത് കൈകൾ ടച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പറ്റുന്ന പോലെ മാക്സിമം കുഴിയുക. ബ്രീത്ത് എടുക്കുമ്പോൾ മുകളിലേക്ക് നോക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് അടിവയറ്റിലേക്ക് നോക്കുക കേട്ടോ. അടുത്തത് കാലുകൾ തമ്മിൽ 2 സ്റ്റെപ്പ് ഡിസ്റ്റൻസ് ഉണ്ട്. ബ്രീത്ത് എടുക്കുന്നു, പുറകോട്ട് വളയുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, മുന്നിലേക്ക് കുനിഞ്ഞ് അഗെയിൻ നമ്മളൊന്ന് അടിവയറ്റിലേക്ക് നന്നായിട്ട് നോക്കുന്നുണ്ട്. നമ്മളെ കഴുത്തിൻ്റെയും കൂടെ സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ 4ാമത്തെ എക്സസൈസ് കഴിയുന്നു. ഓക്കെ, ബ്രീത്ത് എടുത്ത് നിവർന്ന് നേരെ നമ്മൾ അടുത്തായിട്ട് കാല് ഏകദേശം ഒരു 3 സ്റ്റെപ്പ് അകത്തി വയ്ക്കുന്നുണ്ട്. നമ്മൾ ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ഇങ്ങനെ 2 സൈഡിലേക്ക് മാറി മാറി ചെയ്യുന്നു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാലിൻ്റെ മുട്ട് നിവർന്നിരിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളൊരു 2 സൈഡിലേക്കും കൂടി ഒരു 6 ചെയ്യുന്നു, മെല്ലെ ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത കാൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. കൈകൾ മുകളിലേക്ക് പൊക്കി പിടിച്ച് വലത് കൊണ്ട് ഇടതയിലേക്ക് പിടിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് വലിച്ചകത്തുന്നു. ഒക്കെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. കൈകൾ മാറി മാറി പിടിക്കുക, 2 സൈഡിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് വലിച്ചു കൊടുക്കുക. മെല്ലെ നേരെ വരിക, കൈകൾ മെല്ലെ താഴ്ത്തി. ഓക്കെ, അടുത്ത് കൈകൾ അരക്കി പിടിച്ച് നമ്മളെ ബോഡി ഒന്ന് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. നമ്മളെ ഹിപ്പിൻ്റെ ആ ഭാഗം നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ചും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് നമ്മുടെ കാലിൻ്റെ മുട്ടൊന്ന് പുറകിലേക്ക് ഫോൾഡ് ചെയ്ത് മടക്കി പിടിച്ച് ഒരു 5 കൗണ്ട് വരെ നിൽക്കുക. അഗെയിൻ ലെഫ്റ്റ് ലെഗും അതുപോലെ തന്നെ ഒരു 5 കൗണ്ട് അതുപോലെ പിടിക്കുക. ഓക്കെ, ദെൻ കാലുകൾ തമ്മിലൊരു 2 സ്റ്റെപ്പ് അകത്തി വെച്ച് ഇതുപോലെ മെല്ലെ ഒരു സ്കോട്ട് ചെയ്യുക. ഒരു 5-6 തവണ മെല്ലെ ഒന്ന് സ്കോട്ട് ചെയ്യുക. നിവരുമ്പോൾ ബ്രീത്ത് എടുക്കുക, താഴ്ന്നു വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കളരിയിൽ അമർച്ച എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അത് നമ്മളൊരു 5-6 തവണ മെല്ലെ ചെയ്യുക. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞ് മെല്ലെ ഒന്ന് റിലാക്സ് ചെയ്യുക. 2 വയസ്സേക്ക് ഒന്ന് മെല്ലെ ഒന്ന് ബോഡി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് മെല്ലെ ഇടതുകാലം മുന്നിൽ വെച്ച് കൈകൾ അരക്കി പിടിച്ച് മെല്ലെ ഒന്ന് കാല് ഇതുപോലെ പൊക്കുക. നമ്മൾ കളരിയിൽ നേർകാലിന് സമാനമായിട്ടുള്ള എക്സസൈസാണ്. നമ്മുടെ ആംസ്ട്രിങ് ഒന്ന് വലിയ എന്നുള്ളതാണ് ഉദ്ദേശം. ഇങ്ങനെ മെല്ലെ മെല്ലെ പൊക്കി കൊടുക്കുക. കാലിൻ്റെ മുട്ട് നിവർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നേരെ നോക്കിക്കൊള്ളുക. ഒരു 10 എണ്ണം വലതുകാലിൽ മെല്ലെ ചെയ്യുക. പിന്നെ ഇടതുകാലിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഫൈൻ. റിലാക്സ് ചെയ്യും. ഇനി നമ്മൾ കൈകളൊന്ന് കോർത്ത് നമ്മളെ തലയുടെ പുറകിൽ വയ്ക്കുന്നു. ബ്രീത്ത് എടുത്ത് നിങ്ങൾ എൽബോ 2 വയസ്സേക്ക് അകത്തുന്നു. ചെസ്റ്റ് നന്നായിട്ട് ഓപ്പൺ ചെയ്യുന്നു. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റ് മുന്നിലേക്ക് കുനിച്ചു കൊടുത്ത് തല മുന്നിലേക്ക് കുനിച്ചു കൊടുത്ത് എൽബോ തമ്മിൽ ചേർത്ത് കൊണ്ടുവരിക. ഓക്കെ, നമ്മുടെ ഷോൾഡർ ആ ഭാഗത്തെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ആവാൻ സഹായിക്കും. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ജമ്പ് ചെയ്യാം. നമുക്ക് നമ്മളെ ബോഡി ഒന്ന് ഹൃദയം ഒന്ന് ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡിയാക് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല. നമ്മളുടെ എനർജി അനുസരിച്ച് നമുക്ക് നമ്മളുടെ സ്റ്റാമിന അനുസരിച്ച് കുറച്ച് കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, 2 സൈഡിലേക്ക് കാലുകൾ അകത്തുമ്പം കൈകൾ 2 വയസ്സൊക്കെ അകത്തി കൊടുക്കുക. ഇങ്ങനെ 1-2 വ്യത്യസ്ത രീതിയിലുള്ള ചാട്ടങ്ങൾ മെല്ലെ മെല്ലെ ചെയ്യുക. ലാസ്റ്റ് ഞാൻ നന്നായിട്ടൊന്ന് പൊങ്ങിച്ചാടാൻ ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ കുതിച്ച് മുകളിലേക്ക് പൊങ്ങുക, നന്നായിട്ട് പൊങ്ങുക. ഓക്കെ, മെല്ലെ നിന്ന് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാഫ് മസിൽ ഒന്ന് ടൈറ്റ് ആകും. അപ്പോഴത്തേക്കും നമ്മുടെ വലതുകാലം മുന്നിലേക്ക് നീട്ടി വെച്ച് ഇടതുകാലം അല്പം മടക്കി ഇതുപോലെ ഒന്ന് മെല്ലെ ബ്രീത്ത് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് കാലയിലേക്ക് പിടിച്ച് കിടക്കുക. ഓക്കെ, അവിടെ നെറ്റി മുട്ടിച്ച്
ഒരു 10 സെക്കൻഡോ 10 കൗണ്ടോ മെല്ലെ നിൽക്കുക, ഇടത് കാലിൽ അതുപോലെ മെല്ലെ ചെയ്യുക, അങ്ങനെ പതിയെ ചെയ്ത് കൊടുക്കുക, ഒക്കെ റിലാക്സ് ചെയ്ത്. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഞാൻ കളരിയുടെ വാമപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കളരി ചെയ്യുക.